സുഭദ്ര കൊലക്കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കൊച്ചി സ്വദേശിനിയായ സുഭദ്രയെ കൊലപ്പെടുത്തിയ ശേഷം കർണാടകയിലെ ഉഡുപ്പിയിലേക്കാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. പിന്നീട് നാട്ടിലേക്ക് തിരിച്ചുവരികയും കൊച്ചിയിൽ തന്നെ ഒളിവിൽ കഴിഞ്ഞെന്നുമാണ് പോലീസ് പറയുന്നത്. കടവന്ത്ര പോലീസ് ഈ കേസിൽ അന്വേഷണം ആരംഭിക്കുന്നത് സുഭദ്രയെ കാണാതായെന്ന പരാതിയിലാണ്. കഴിഞ്ഞ മാസം 7-നാണ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത്. ശർമിളയ്ക്കൊപ്പം ഇവർ റെയിൽവേ സ്റ്റേഷന് മുന്നിലൂടെ നടന്നുപോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത് 15-ന്. തുടർന്ന് ശർമിളയും ഭർത്താവും താമസിക്കുന്ന കലവൂർ കോർത്തുശ്ശേരിയിലെ വീട്ടിൽ പോലീസ് എത്തി. അപ്പോൾ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പോലീസ് തങ്ങളെ അന്വേഷിക്കുന്ന വിവരം അറിഞ്ഞ് ഇവർ ഉഡുപ്പിയിലേക്ക് കടന്നെന്നാണ് വിവരം. എന്നാൽ 24-ന് നാട്ടിൽ തിരിച്ചെത്താൻ ധൈര്യം കാട്ടുകയും ചെയ്തു. പോലീസ് ഉഡുപ്പിയിൽ ഉൾപ്പെടെ തിരച്ചിൽ നടത്തുമ്പോഴായിരുന്നു ഇത്. ഇവരെ കാട്ടൂരിലെ ബസ് സ്റ്റോപ്പിൽ കണ്ടതായി പോലീസിന് വിവരം കിട്ടി. അന്വേഷിച്ചെത്തിയപ്പോഴേക്കും വീണ്ടും കടന്നിരുന്നു. ഇത്തവണ പോയത് കൊച്ചിയിലേക്കാണ്. സെപ്റ്റംബർ 6-ന് മണ്ണഞ്ചേരി പോലീസ് സുഭദ്രയുടെ തിരോധാനം സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്തു. DYSPയുടെ നേതൃത്വത്തിൽ 10-അംഗ സംഘം അന്വേഷണ ചുമതല ഏറ്റെടുത്തു. ചൊവ്വാഴ്ച സുഭദ്രയുടെ മൃതദേഹം കണ്ടെത്തി. പ്രതികളെന്ന് സംശയിക്കുന്ന ദമ്പതികളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടു. അതോടെയാണ് കൊച്ചിയിലെ ഒളിത്താവളത്തിൽ നിന്ന് ഇവർ പുറത്തു ചാടിയത്. ഇതിന് പിന്നാലെ ബുധനാഴ്ച ട്രെയിനിൽ യാത്ര തുടങ്ങി. എന്നാൽ യാത്ര മണിപ്പാലിന് സമീപം വെച്ച് പോലീസിന്റെ കയ്യിൽ അവസാനിച്ചു. പിടിയിലായ ശർമിള പ്രായമുൾപ്പെടെ പല കാര്യങ്ങളിലും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചു. ഇവർ നേരത്തെ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നുവെന്ന വിവരവും മറച്ചുവെച്ചു. ആരും തിരിച്ചറിയാതിരിക്കാൻ കണ്ണട വെച്ചായിരുന്നു കൊലപാതകത്തിനു ശേഷമുള്ള യാത്ര. കോർത്തുശ്ശേരിയിലെ വീട്ടുവളപ്പിൽ നിന്ന് സുഭദ്രയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തുന്നതിന് മുൻപേ പ്രതികളെ തേടി പോലീസ് ഉഡുപ്പിയിൽ എത്തിയിരുന്നു. പ്രതി ശർമിളയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഉഡുപ്പിയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് UPI ഇടപാട് വഴി പണം എത്തിയതിന്റെ വിവരം ലഭിച്ചതാണ് ഉഡുപ്പിയിൽ അന്വേഷണത്തിന് പോകാൻ കാരണം. ഉഡുപ്പിയിലെത്തിയ പോലീസ് സംഘത്തിന് പ്രതികളെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ല. ഇതിനിടെ കൊച്ചിയിൽ ശർമിള മുൻപ് താമസിച്ചിരുന്ന സ്ഥലത്തെ ചില പരിചയക്കാരുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ ഇവരുടെ സുഹൃത്തുക്കളുടെ വിവരം തേടിയിരുന്നു. അപ്പോഴാണ് ദമ്പതികൾ മണിപ്പാലിലേക്ക് ട്രെയിനിൽ പോയെന്ന വിവരം ലഭിച്ചത്. ഈ വിവരം ഉഡുപ്പിയിലുണ്ടായിരുന്ന പോലീസ് സംഘത്തെ അറിയിച്ചു. സ്റ്റേഷനിലെത്തി പിടികൂടുകയും ചെയ്തു. പ്രതികളെ കിട്ടിയെങ്കിലും വിശദമായ ചോദ്യം ചെയ്യൽ ഇന്നേ തുടങ്ങൂ. മാത്യൂസിനെയും ശർമിളയും ചോദ്യം ചെയ്ത ശേഷം കസ്റ്റഡിയിലുള്ള മാത്യൂസിന്റെ സുഹൃത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. സുഭദ്രയുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം.